വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാന് ചീരച്ചേമ്പ് വിളവെടുക്കലും ആ ചീരച്ചേമ്പ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കലും നിങ്ങളെ കാണിക്കാൻ പോകുന്ന. കാരണം ഞാൻ ചീരച്ചേമ്പ് നടുമ്പോ തന്നെ ഓരോരുത്തർ പറയും അത് എങ്ങനെയാണ് നടുന്നത്, അത് എങ്ങനെയാണ് ചൊറിയില്ലേ, അതെന്താ സംഭവം, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ ഓരോരുത്തർ എന്റെ വീഡിയോ കണ്ടിട്ട് പറയാറുണ്ട്. ഇപ്പൊ ചീരച്ചേമ്പ് ഞാൻ ഇവിടെ അടുത്തുനിന്ന് വാങ്ങിയ നഴ്സറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എല്ലാവർക്കും കുറെ പേർക്ക് ഇതൊരു പുതുമയാണ്. ഇത് കേൾക്കാത്തവരെ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അവര് തന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നട്ടുപിടിപ്പിക്കൽ തന്നെയാ. എനിക്ക് അങ്ങനെ ഒരു വിത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടൂല. അതിങ്ങനെ ഉണ്ടാക്കി വീണ്ടും അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ചീരച്ചേമ്പ് നട്ട് വിളവെടുത്തു, ചുറ്റുണ്ടാകുന്ന തയ്യൊക്കെ പറിച്ച് കുറെ സ്ഥലത്ത് നട്ടു. അങ്ങനെ എനിക്ക് കുറെ ചീരച്ചേമ്പായി. അപ്പൊ ഞാൻ അതിന്റെ തോര ഉണ്ടാക്കി കഴിച്ചു. സൂപ്പറാട്ടോ. നമുക്ക് മറ്റു ചീരകളെ പോലെ അല്ലത്. ഇതിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാ. അപ്പൊ ഞാൻ ഈ ചീരച്ചേമ്പ് ഉണ്ടാക്കുന്നത് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ചൊറിയില്ല കേട്ടോ. ഇത് ഓരോരുത്തർ സംശയം ചോദിക്കുന്നുണ്ട്, ചൊറിയില്ലേ ചേമ്പല്ലേ എന്നൊക്കെ ചോദിക്കും. ചേമ്പ് അതിന്റെ രൂപം കണ്ടാ ചേമ്പ്, എന്നാൽ ഇതിന് വിത്തില്ല. ഒരു വിത്ത് പോലും ഇല്ല. അതിന്റെ വേര് പൊട്ടി മുളച്ചിട്ടാണ് പുതിയ തൈ ഉണ്ടാകുക. അതാണ് പിരിച്ചു നടുക. ആ പിരിച്ചു നട്ട വിളവെടുത്തതാണ് നിങ്ങളിപ്പോ ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പൊ ഞാന് എങ്ങനെയാണ് ചേമ്പ് വേവിക്കുന്നത്, തോരൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോണ്ട്, നിങ്ങൾ അത് കണ്ടോളൂ. ഞാൻ അത് കാണിച്ചുകൊണ്ട് തന്നെയാണ് തോരൻ ഉണ്ടാക്കുന്നത്. നവി ഇതാണ് എന്റെ ചീരച്ചേമ്പ്. അടിപൊളിയാ. നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കണം, എന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. വെട്ടുന്തോറും ഉഷാറും നനച്ചു കൊടുത്താൽ മതി. സൂപ്പറായിട്ടുണ്ടാവും. അടിപൊളി. ഇത് ദുർബലരാ, വേഗം കൊഞ്ഞു പോകും. വേരിങ്ങനെ പൊട്ടി മുളച്ചുണ്ടാവും, അതിന് വിത്തുണ്ടാവില്ല. ഇത്ര മതി. വിളവെടുത്ത് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ഇതാണ് ചീരച്ചേമ്പ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ ഇത് ചേമ്പാന്നൊക്കെ കമന്റ് ഇടുന്നത് ഇതാ കണ്ടാൽ ഇത് ചേമ്പിന്റെ ആകൃതി തന്നെയാ. പക്ഷെ കുറച്ചൊരു വ്യത്യാസമല്ലേ ഉണ്ട് അല്ലേ? ഇതാ കുറച്ചൊരു വ്യത്യാസമല്ലേ? പിന്നെ ഇത് ചൊറിയില്ല. ഇത് ചൊറിയില്ലേ സംശയം ചോദിക്കുന്നവരുണ്ട്. ഒട്ടും ചൊറിയൂല കേട്ടോ. പറയുന്നതിൽ തെറ്റിപ്പോകുന്നത്. ചൊറിയില്ല. അപ്പൊ ഞാൻ ചെറുതാക്കി അരിയാം. ആദ്യം തണ്ടിന്ന് മാറ്റട്ടെ. ഒരു ഒതുക്കാൻ വേണല്ല കൈക്ക്. ഞാനിത് വിളവെടുത്ത് കൂടിപ്പോയി. ഇത്ര അധികം വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചു. ബാക്കി കുറച്ച് മതി. ഇതുണ്ടെങ്കിൽ എനിക്ക് വേറെ കറിയൊന്നും വേണ്ട. ഭയങ്കര ഔഷധ ഗുണമുള്ളതാ ഇത്. തണ്ട് ഇങ്ങനെ എടുത്തങ്ങ് തീർക്കട്ടെ. അരിയണമെങ്കിൽ ആദ്യം തണ്ട് മാറ്റണം. തണ്ടെടുക്കും കേട്ടോ, തണ്ടെല്ലാം എടുക്കും. ഇതിനി തേങ്ങ വേണം, മുളക് വേണം. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എല്ലാം അവിടെ കൃഷി ചെയ്തതാട്ടോ. ഉപ്പേ ഇത് പുറത്തുനിന്നുള്ളൂ. ഉപ്പ് മാത്രം. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഉള്ളിയോന്ന്. ഉള്ളി ഞാൻ വിളവെടുത്തു. ഉള്ളിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മുതൽ ഉള്ളി എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാനൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കി കേട്ടോ. അത് വിജയിച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഞാൻ വിളവെടുത്ത് ഞാൻ കാണിച്ചു തരാം. മുളക് പിന്നെ നമുക്ക് ചീനാഭാഗി കാന്താരി എല്ലാവരും നടുന്നതന്നെയാണല്ലോ. അപ്പൊ ഇതിങ്ങനെ ഒതുക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ മേലെ കഴുകിട്ട് ചെറുതാക്കി അരിഞ്ഞാല് തോരൻ വെക്കുമ്പോ നമ്മൾ ഉടക്കൂരല്ലോ. അങ്ങനെ അങ്ങ് അതിന്റെ മേലെ ഒരു നൂല് പോലെ ഉണ്ട്. ഇതിങ്ങനെ അങ്ങ് പോക്കിയാൽ മതി. ഞാൻ മൊത്തം നൂലൊക്കെ പോക്കിയിട്ട് കാണിച്ചു തരാം. കഴുകി വൃത്തിയാക്കി. ഇനി നമുക്ക് ഒരു ഒതുക്കം കിട്ടാൻ വേണ്ടി ഞാൻ വേറിച്ചെടുത്തത്.
ഞാൻ ഉറയിട്ടിട്ട ഇത് ചെറുതാക്കി മുറിക്കണം കേട്ടോ. ഇതിങ്ങനെ ചെറുതാക്കി അരിയുന്ന നല്ലത്. അതിന്റെ പിന്നെ വേഗം അങ്ങോട്ട് കുഴഞ്ഞു പോകും. തണ്ട അത്ര ആവൂല. അപ്പൊ രണ്ടും ഒന്നിച്ചാണല്ലോ നമ്മൾ വേവിക്കുക. അപ്പൊ അത് ചെറുതാക്കി അരിയണം. കട്ടിംഗ് ബോർഡ് നല്ല കേട്ടോ. കട്ടിംഗ് ബോർഡിന് എനിക്ക് അത്ര അങ്ങ് പ്രാക്ടീസ് ഇല്ല. ചെറുതാക്കുന്നത് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാ. നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇത്. ചോറിൽ നമ്മളുടെ പുളിപ്പ് ഇലക്കറികൾ തന്നെ നമ്മള് ഇടക്കിടക്ക് കഴിക്കണം. നല്ലതാ. വെള്ളം കുടിക്കണം പറയും പോലെ തന്നെ ഇലക്കറികളും കഴിക്കണം. നല്ല പോഷകം അടങ്ങിയതാണല്ലോ. അതിന്റെ തണ്ടരിഞ്ഞു കണ്ടില്ലേ? എന്ത് രസമല്ലേ കാണാന് തണ്ടരിഞ്ഞത്. തണ്ട് മാത്രം ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി അതിന്റെ ഇലതാ ഇതുണ്ട്. ഇനി ഇത് അരിയാനുണ്ട്. ഇപ്പൊ രണ്ടും ഒന്നിച്ചാണല്ലോ നമ്മൾ വേവിക്കുന്നത്. അപ്പൊ അത് കുഞ്ഞായിട്ട് അരിയണം. ഇതങ്ങനെ ഒന്നും വേണ്ടേ. ഇത് വല്ലായും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതും കൂടി അരിയട്ടെ. മൊത്തം അരിഞ്ഞു. അത് ചെറുതാക്കി അരിഞ്ഞത്. എന്ത് രസാലേ കാണാൻ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വിളവെടുത്ത് അത് അരിയുന്നൊക്കെ കാണും. എനിക്ക് ഭയങ്കര ഒരു രസം, ഒരു കൗതുക. ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മളെ അധ്വാനാണല്ലോ. അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞില്ല കേട്ടോ. അതാ ഇത് അരിഞ്ഞില്ല. ഇതൊക്കെ ഇവിടെ ബാക്കിയാ. ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വിട്ടു. ആവേശത്തിൽ അങ്ങ് പറിച്ചു പോയതാ. കുറച്ചാളിനോട്ട് മൊത്തത്തില് വേവിച്ചിട്ട് വെറുതെ കളയണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ അധ്വാനിച്ചിട്ട്. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തോരൻ കൂട്ടാലോ. ഇപ്പൊ ഞാൻ ഇതിലിടാനുള്ള തേങ്ങ, കാന്താരി, ഉള്ളി അതെല്ലാം പോയി എടുത്തു വരട്ടെ കേട്ടോ. ഒക്കെ ഞാൻ ഇങ്ങനെ ചെടികൊണ്ട് പറിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതും കൂടി കഴിയട്ടെ. എന്നിട്ടാണ് ഇത് അടുപ്പത്ത് വെക്കുന്നു. കാന്താരിയൊക്കെ ചെടി തന്നെ അങ്ങ് പോയിരുന്നു. ഈ വെള്ളീച്ചയൊക്കെ വന്നിട്ട് ഞാനതിന് മരുന്ന് അടിച്ചതാ. ആ മരുന്ന് എങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. രണ്ടാമത് ആളായി വന്നതാ ഇത്. പോവന്നെ ഒക്കെ പുതിയ തളിര നല്ല എരിവ. അപ്പൊ നമുക്ക് അധികം വേണ്ടെന്ന് ഇത്ര മതി. ഞാന് ഉള്ളിയും വിളവെടുക്കുന്ന ഉള്ളിയും വിളവെടുത്തു. ബാക്കിയുള്ള അവിടെ നിന്നോട്ടെ. ഇനി ഇതൊന്ന് ഒതുക്കട്ടെ. തേങ്ങ, ഉള്ളി, കാന്താരി എല്ലാം ചേർത്തിട്ട്. ഇത് മൂന്നും ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാട്ടോ. തേങ്ങ ഇവിടുന്ന് വിളവെടുത്തതാണ്. കാന്താരി ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഉള്ളിയും നിങ്ങൾ കണ്ടില്ലേ. അപ്പം നമ്മൾ കൃഷി എടുത്താൽ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. മരുന്നടിക്കാത്ത നമുക്ക് കഴിക്കാം. മൺചട്ടിയിലാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. തോരൻ ഉണ്ടാക്കുന്നത്. ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇതിൽ എണ്ണ ഒഴിക്കട്ടെ. തേങ്ങയുണ്ട്, കുറച്ച് ഒഴിച്ചാൽ മതി. മറ്റ് ചീരകളൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ തുടക്കം എണ്ണയിൽ വെളുത്തുള്ളി ഇടുന്നു കേട്ടോ. ഈ വെളുത്തുള്ളി ഞാൻ വാങ്ങിയതാണ്. അത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ ചുവന്നുള്ളി ഉണ്ടായ പോലെ ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. അത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ വാങ്ങിയതാ. ഒരു ഗോൾഡൻ കളറാവണം. മൺചട്ടി കയ്യില് ഇത് കണ്ടില്ലേ, ചിരട്ട കയ്യില്. അതൊക്കെ പഴയ തറവാട്ടുകാര്, ഇതൊക്കെ പഴയ ആൾക്കാർ പഴയ സാധനം ഉപയോഗിക്കുക. ഇപ്പോഴത്തെ തലമുറക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കും. ഇതൊന്നും ഉപയോഗിക്കൽ തന്നെ ഉണ്ടാവില്ല. എന്നൊരു ഗോൾഡൻ കളറായി വരട്ടെ. എന്നിട്ട് നമുക്ക് ചീരച്ചേലിടാം. ആയി വരുന്നുണ്ട്. അധികം കരിഞ്ഞൂടാ. കരിഞ്ഞാൽ ചോ മാറും. പെയ്യട്ടെ. പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ആ ഒരു ചൂക്കല്ല. മൺചട്ടി ആയതുകൊണ്ടേ ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചിട്ടോളണം. ഫുള്ളങ്ങനെ പരന്ന ചട്ടി ആയതുകൊണ്ട് സുഖ.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചീരച്ചേമ്പിന്റെ തോരൻ കുട്ടിച്ചോറ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പിടിപ്പിക്കുന്നതും. ഞാൻ ഈ ചീരച്ചേമ്പ് കാണിച്ചാല് വിത്ത് തരുമോന്ന് ചോദിക്കാത്തവർ കുറവാ. എല്ലാരും ചോദിക്കും. അതുപോലെ ഡെയ്സി പൂക്കൾ ഇട്ടാല് ഞാൻ വീഡിയോ ഇട്ടാല് ഇതിന്റെ വിത്ത് തരുമോന്ന് ചോദിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, ഡെയ്സി പൂക്കളൊക്കെ ഭംഗി അങ്ങനെയാ. ഇതൊന്ന് വാടട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ ലോട്ട് ചുറ്റുമായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടണം. കൂടിപ്പോവും, ഇവിടെ കുറഞ്ഞ ഉപ്പ് മതി. മൂടി വെക്കണം. വെന്ത് കുറച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ഇടാം. ഇതാ ഒരുവിധം ഒതുങ്ങി വെന്തു. ഇനി നമുക്ക് തേങ്ങ ഒതുക്കിയതിടാം. അതും കൂടി ഇങ്ങനെ ചേരുമ്പോൾ എന്ത് നല്ല സ്മെല്ലാന്നറിയോ. ഇതിങ്ങനെ ഇട്ട് ഇങ്ങനെ ഇളക്കുമ്പോ നല്ല സ്മെല്ല്. ഓ, ഇത് പാണ്ഡ്യ, ഇത് പൊട്ടിപ്പോയി ഒന്നുമില്ല. എങ്ങനായാലും ഇത്ര കൊല്ലായ ചട്ടിയത്. പാണ്ടി വാങ്ങിയാ മതി. ഇതാ ഈ കയ്യിലും ഇത് രണ്ടും ഉണ്ടെങ്കിൽ കൊറേ കാലം നിൽക്കും. ഇപ്പൊ എന്റെ ചീരച്ചേമ്പ് എങ്ങനെയുണ്ട് നോക്ക്. എന്ത് രസാ കാണാനും ഇതിന്റെ മണവും ഇനി ടേസ്റ്റ് നോക്കണം. ഇതാ ചീരച്ചേമ്പ് തോരൻ റെഡിയായി. എന്റെ തോരൻ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.